എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കല്യാണത്തിന് പോകണ്ട. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്ററുടെ കല്യാണമാണ്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയത്താണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഈ ഇരിഞ്ഞാറോടെ തന്നെയാണ് കല്യാണം. ഗേറ്റ് കിടന്ന് കയറിയപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഈ മഴയത്ത് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്ത് നമ്മൾ ഹാളിലേക്ക് പോവാണ്. കയറി വന്നപ്പോൾ ഇവിടുത്തെ വർക്കുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, അടിപൊളി ലൈറ്റ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കയറി വരുന്ന സ്ഥലങ്ങൾ കാണാൻ. ആദ്യം തന്നെ ഞാൻ കണ്ടത് വെൽക്കം ഡ്രിങ്കാണ്. നമ്മുടെ മൊജിറ്റോസൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ മട്ടൺ സൂപ്പും ടൊമാറ്റോ സൂപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തില്ല, കാരണം എനിക്കത് വലിയ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ട്രൈ ചെയ്തില്ല. അത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പർദീസ് പോലെ നമ്മുടെ മെയിൻ ഹാളിലേക്ക് കിടന്നത്. എൻ്റെ അമ്മ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പറയണ്ട. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സും എല്ലാം അടിപൊളി വൈബ് തന്നെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. വയലിൻ വെച്ചിട്ടുള്ള ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ. കുറച്ച് നേരം തന്നെ അവിടെ നിന്ന് അതൊന്ന് ആസ്വദിച്ചു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ അവിടേക്കാണ് പോയത്. ഫുഡിൻ്റെ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒരു വെറൈറ്റി തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണുന്നത്. അതായത് നമുക്ക് വേണ്ടി മാത്രം ഒരു കൗണ്ടറാണ് അവിടെ. അതിലൊരു 4-5 പേര് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ പോയി ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി. അവരെന്തൊക്കെ വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് എന്തിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ച് മേടിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ ഒരാളവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ടി കറക്റ്റായിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സെർവ് ചെയ്ത് തരും. അപ്പോൾ അതൊരു വെറൈറ്റി തന്നെയായിരുന്നു. അതൊരു കുറേ കൗണ്ടർ ഉണ്ടായിരുന്നു. അത് ഞാനൊരു കോർണറിലെ കൗണ്ടറാണ് എനിക്ക് കിട്ടിയത് സീറ്റ്. അതൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് ആദ്യം പൊറോട്ടയും നെയ്പ്പത്തിരിയും അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്. ചിക്കൻ്റെ ഒക്കെ കറിയും ബീഫൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് റൈസ് വേണമെങ്കിൽ റൈസ് പറയാം. മട്ടൻ ബിരിയാണി ഉണ്ട്, അതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാൻ മട്ടൻ ബിരിയാണി കഴിക്കാത്ത കാരണം ആദ്യം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഫിഷ് ബിരിയാണിയാണ് ഇത് കഴിച്ചത്. പിന്നെ പറയേണ്ട ഒരു കാര്യം തന്നെ, അവരുടെ സർവീസ് സൂപ്പറായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്താ വേണ്ട ചോദിച്ചത് കറക്റ്റായിട്ട് കാര്യങ്ങൾ നമ്മുടെ ചെയ്തിരുന്നു. സൂപ്പർ സർവീസ് ആയിരുന്നു അവിടെയുള്ള ചേട്ടന്മാർ. അതും എനിക്ക് വന്ന ആ ചേട്ടൻ അടിപൊളിയായിരുന്നു സർവീസ് ചെയ്തത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഹാളിക്കൊന്ന് ജസ്റ്റ് കയറി. പിന്നെ നമ്മൾ ഡെസേർട്ടിൻ്റെ അവിടേക്കാണ് പോയത്. അവിടെ ഒരു എന്താ പറയുക, ഡെസേർട്ടിൻ്റെ കലവറയായിരുന്നു. അതിൽ ഈ തണ്ണിമത്തലിൽ ചെയ്തു വെച്ച വർക്കുകൾ അത് തന്നെ കാണാനുള്ളതുണ്ട്. ഒരുപാട് വർക്കുകളുണ്ട്. പിന്നെ കേക്കുകൾ, പായസങ്ങൾ, വെറൈറ്റി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് ടീ ഉണ്ടായിരുന്നു. ഗ്രീൻ ടീ, ലെമൺ ടീ, അങ്ങനെ നമുക്ക് ഏത് ടീ വേണമെങ്കിലും നമുക്കവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ ടീകളുണ്ട്. ടീയുടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കണ്ടത്. അവിടെ ഒരുപാട് വെറൈറ്റി ഐസ്ക്രീമുകളുണ്ട്. പിന്നെ കുനാഫയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയും വരുത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഹാളിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കൂടി കണ്ട് ഞാൻ പതുക്കെ കല്യാണ ഹാളിൽ നിന്ന് പോയി.